വോട്ടിന് നോട്ട് കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള തിരക്കഥയാണ്. പക്ഷേ ഈ തിരക്കഥയും കൊണ്ട് കോൺഗ്രസ് ഇറങ്ങിയാൽ അതങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങാൻ പാലക്കാട്ടെ ജനങ്ങൾ ആരും പൊട്ടന്മാരല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞേക്കാം. പാലക്കാട്ടെ ഓരോ തെരുവിലും ഇന്ന് ചർച്ചയൊന്നേ ഉള്ളൂ. എന്തുകൊണ്ട് അവർ ശോഭാ സുരേന്ദ്രനെ ഇത്രമാത്രം ഭയപ്പെടുന്നു? പാലക്കാട് നഗരസഭയുടെ ഭരണം തിരിച്ചു പിടിക്കുമെന്നും ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടുമെന്നും കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും അവരുടെ ഉള്ളിലെ ആ വലിയ പേടിയുടെ പ്രതിഫലനമാണ് കണ്ണാടിയിൽ നമ്മൾ കണ്ട ആ നീചമായ നാടകം. തീർന്നില്ല. എന്തായാലും ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാകാം, കോൺഗ്രസ് ക്യാമ്പിന് നല്ല പേടിയുണ്ട്. ഷാഫി പറമ്പിലും തമാശ പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയ രമേശ് പിഷാരടിക്കും പോലും ശോഭാ സുരേന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുകയാണ്. ആ പേടിയിൽ നിന്നുമാണ് ഒരു പാവം വയോധികയെ ആയുധമാക്കി ഇത്തരം ഒരു തിരക്കഥ അവർ മെനഞ്ഞെടുത്തത്. പക്ഷെ ആ തിരക്കഥയുടെ ക്ലൈമാക്സിൽ കോൺഗ്രസ് തന്നെ നാണം കെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഗൂഢാലോചനയുടെ ഓരോ ഇഴകളും നമുക്കിന്ന് പുറത്തെടുക്കാം. ഇത് പാലക്കാടിന്റെ അഭിമാനം കാക്കാനുള്ള പോരാട്ടമാണ്. സംഭവങ്ങളുടെ തുടക്കം കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറശി എന്ന പ്രദേശത്താണ്. നിശബ്ദ പ്രചാരണത്തിന്റെ ആവേശത്തിൽ വീടുകൾ കയറി വോട്ട് ചോദിക്കുന്ന തിരക്കിലായിരുന്നു NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. ആ സമയത്താണ് ആ പ്രദേശത്ത് മരണം നടന്ന ഒരു വീട് സന്ദർശിക്കാനായി അവർ തീരുമാനിക്കുന്നത്. ജനങ്ങളോടൊപ്പം എപ്പോഴും നിൽക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നത് അവരുടെ കടമയായിരുന്നു. ആ വീടിന് തൊട്ടടുത്താണ് ദേവു എന്ന വയോധിക താമസിക്കുന്നത്. രോഗബാധിതയായി അവശത അനുഭവിക്കുന്ന ആ അമ്മ ശോഭാ സുരേന്ദ്രനെ കണ്ടപ്പോ തന്റെ സങ്കടങ്ങൾ പങ്കുവച്ചു. മരുന്ന് വാങ്ങാൻ പോലും കയ്യിൽ പണമില്ല മോളെ, സഹായിക്കണമെന്ന് ആ അമ്മ കരഞ്ഞു പറഞ്ഞപ്പോ ശോഭാ സുരേന്ദ്രൻ അവിടെ കാണിച്ച നിലപാട് കൃത്യമായിരുന്നു. ഒരു വശത്ത് സഹജീവി സ്നേഹം, മറുവശത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം. ശോഭ അവരോട് പറഞ്ഞു, അമ്മേ, ഇപ്പൊ തിരഞ്ഞെടുപ്പ് സമയമാണ്, നിയമപരമായി എനിക്കിപ്പോ അമ്മയെ സഹായിക്കാൻ കഴിയില്ല, ഇലക്ഷൻ കഴിയട്ടെ, നമുക്ക് നോക്കാം. ഇതായിരുന്നു സത്യം. പക്ഷെ ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട് കോൺഗ്രസ് അവിടെ ഒരു കെണി ഒരുക്കുകയായിരുന്നു. ശോഭ വാഹനത്തിലേക്ക് കയറുന്ന ആ നിമിഷം കാത്തുനിന്ന് കോൺഗ്രസ് പ്രവർത്തകർ, കൂടെ ഉണ്ടായിരുന്നവർ ആ അമ്മയെ വളഞ്ഞ് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചു. ഇത് വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. എന്നാൽ ഈ വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ശോഭാ സുരേന്ദ്രൻ ആ പണം നൽകുന്നിടത്ത് ഇല്ല. അവർ കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ദുരൂഹത ആ കാറാണ്. KL04T2025 എന്ന നമ്പറുള്ള ആലപ്പുഴ രജിസ്ട്രേഷൻ വാഹനത്തിലാണ് കോൺഗ്രസിന്റെ ഒരു സംഘം അവിടെ എത്തിയത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ എന്തിനാണ് ആലപ്പുഴയിൽ നിന്നുള്ള ഗുണ്ടാ സംഘങ്ങൾ വരുന്നത്? ശോഭാ സുരേന്ദ്രൻ പോകുന്ന ഓരോ വീട്ടിലും ഇവരെന്തിനാണ് പിന്തുടർന്നത്? ഇതൊരു സ്വാഭാവികമായ വീഡിയോ പകർത്തിയതല്ല, കൃത്യമായ കൊട്ടേഷൻ ആയിരുന്നു. ശോഭയെ പ്രകോപിപ്പിക്കുക, അവരെ കയ്യേറ്റം ചെയ്യുക, അതിലൂടെ അവരെ മോശക്കാരിയായി ചിത്രീകരിക്കുക, ഇതായിരുന്നു ലക്ഷ്യം. അനുവാദമില്ലാതെ തന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ചോദ്യം ചെയ്ത ശോഭയെ ഈ ഗുണ്ടാ സംഘം വളയാനായി ശ്രമിച്ചു. ഒരു സ്ഥാനാർത്ഥിയെ, അതും ഒരു വനിതാ നേതാവിനെ ഇത്തരത്തിൽ അപമാനിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് സംസ്കാരം കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ടതാണ്. ഷാഫി പറമ്പിലിന്റെ ഇത്തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾ പാലക്കാട് ഏശില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് പുറത്തു നിന്നുള്ള ഗുണ്ടകളെ ഇറക്കി അവർ ഇത്തരം ഒരു കളിക്ക് മുതിർന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ എന്ന പോരാളിയെ നേരിടാൻ ഈ ചില്ലറ കളികൾ പോരായിരുന്നു എന്ന് അവർക്കിപ്പോൾ ബോധ്യമായി കാണും. വിവാദമുണ്ടാക്കി ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് നടപടി എടുപ്പിക്കാമെന്നായിരുന്നു കോൺഗ്രസ് മോഹം. ഫ്ലൈയിങ് സ്ക്വാഡും സ്പെഷ്യൽ ബ്രാഞ്ചും ഉടൻ തന്നെ ആ വയോധികയെ വീട്ടിലെത്തി ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ കോൺഗ്രസിന്റെ നുണക്കഥകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ആ വയോധികയും അവരുടെ കുടുംബവും ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഇത്രയുള്ളൂ: ആരും ഞങ്ങൾക്ക് പണം തന്നിട്ടില്ല, എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്റെ പെൻഷൻ തുകയാണ്, ദൃശ്യങ്ങളിൽ കാണുന്ന പണം പുറത്തു നിന്നുള്ളവർ നൽകിയതല്ലെന്നും വീട്ടുകാർ മൊഴി നൽകി. മാധ്യമങ്ങളോട് ആദ്യം പണം കിട്ടി എന്ന് ഈ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭീഷണിയാണെന്ന ആരോപണവും ഇതോടെ ശക്തമായി. ഒരു പാവം അമ്മയെ കൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കള്ളം പറയിപ്പിക്കാൻ തയ്യാറായ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അധപതനം ഇതിലും വലുതായി എങ്ങനെ വിവരിക്കും? പാലക്കാട്ടെ രാഷ്ട്രീയത്തെ സീരിയസ് ആയി കാണുന്നതിന് പകരം അത് വെറും ഒരു കോമഡി ഷോ ആക്കി മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. രമേശ് പിഷാരടിയെ പോലെയുള്ള സെലിബ്രിറ്റികളെ ഇറക്കി സ്റ്റേജ് ഷോ നടത്തി വോട്ട് പിടിക്കാമെന്ന് കരുതുന്നത് ജനങ്ങളെ പരിഹസിക്കലാണ്. പിഷാരടി വന്ന് പറയുന്ന തമാശ കേട്ട് കൈയടിക്കാൻ ആളുണ്ടാകും. പക്ഷേ വോട്ടിംഗ് മെഷീനിൽ വിരൽ അമർത്തുമ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ ചിന്തിക്കുന്നത് അവരുടെ ഭാവിയിലേക്കാണ്. വികസനം മുരടിച്ച പാലക്കാട് നഗരസഭയുടെയും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെയും കുടിവെള്ളമില്ലാത്ത കോളനികളുടെയും അവസ്ഥ മാറ്റാൻ പിഷാരടിയുടെ കോമഡിക്ക് സാധിക്കില്ല. അതിന് കേന്ദ്ര ഫണ്ടുകൾ കൊണ്ടുവരാൻ കഴിയുന്ന, കേന്ദ്ര ഭരണകൂടവുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ശക്തയായ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവ് തന്നെ വേണം. കോൺഗ്രസ് ക്യാമ്പിലെ പരാജയ ഭീതി ഇത്രയധികം കൂടാൻ കാരണം മറ്റൊന്നല്ല, ജനങ്ങൾ ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയില്ലെന്ന് വന്നപ്പോ
കോൺഗ്രസ് അവരുടെ IT സെല്ലിനെ അങ്ങോട്ട് അഴിച്ചുവിട്ടു. വിദേശത്തിരുന്ന് കീബോർഡ് ചലിപ്പിക്കുന്ന സൈബർ ക്രിമിനലുകൾ ഉപയോഗിച്ച് ഒരു സ്ത്രീയെ ആക്ഷേപിക്കുന്നത് പുരോഗമന കേരളത്തിന് നാണക്കേടാണ്. ഇവരുടെ സൈബർ ടീം ശോഭയ്ക്കെതിരെ നടത്തുന്ന ഈ കുപ്രചരണങ്ങൾ അവരുടെ സംസ്കാരമാണ് കാണിക്കുന്നത്. അറിയാമല്ലോ ഷാഫിയുടെ എല്ലാം കൂട്ടുകെട്ട് ആരാണെന്ന്. ഷാഫി പാലക്കാടേക്ക് ഇറക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും കാണിക്കുന്ന അഹങ്കാരത്തിന് പാലക്കാട്ടെ ജനങ്ങൾ ബാലറ്റിലൂടെ എന്തായാലും മറുപടി നൽകും. ഈ സൈബർ ആക്രമണങ്ങൾ കൊണ്ടൊന്നും ശോഭ തളരില്ല. തന്റെ രാഷ്ട്രീയ സത്യസന്ധതയും ഇന്റഗ്രിറ്റിയും കൈമുതലാക്കി അവർ മുന്നോട്ട് പോകും. ഷാഫി പറമ്പിലിന്റെ മാഫിയ പ്രവർത്തനങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ BJPയുടെ സ്വീകാര്യത വർദ്ധിക്കുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുകയാണ്. ഡിജിറ്റൽ വിപ്ലവവും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പദ്ധതികളും വന്നെത്താത്ത ഒരു ഗ്രാമം പോലും ഇന്ന് ഇന്ത്യയിലില്ല. പക്ഷേ കേരളത്തിലെ ചില പ്രദേശങ്ങൾ ഇന്നും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും രാഷ്ട്രീയ വിരോധം കാരണം വികസന മുരടിപ്പിലാണ്. പാലക്കാട് ഇതിന്റെ വലിയൊരു ഉദാഹരണമാണ്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വിജയിച്ചാൽ അത് മോദി ഭരണത്തിന്റെ വികസന മാതൃക പാലക്കാട്ടേക്ക് നേരിട്ട് എത്തുന്നു എന്നതിന്റെ അർത്ഥമാണ്. ഹൈവേകൾ, IT പാർക്കുകൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ, ഇതാണ് പാലക്കാട് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നിന്നും മോചനം നേടാൻ പാലക്കാട് തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ മുന്നേറ്റം തടയാനാണ് അവർ വോട്ടിന് നോട്ട് എന്ന ഈ വ്യാജ നാടകവുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുമ്പോൾ, ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഭരണനിർവഹണ നിലവാരം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നും ഇത്തരം തരം താഴ്ന്ന ഗൂഢാലോചനകളിൽ വ്യാപൃതരാണ്. അവിടെ അഭിരമിക്കുകയാണ് അവർ. ശോഭാ സുരേന്ദ്രൻ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത് പോലെ തന്നെ ആഗോള ഭരണ നിലവാരവും ഗ്ലോബൽ ഗവേണൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയും. സന്തോഷ സൂചികയും ഉയരണമെങ്കിൽ സുതാര്യമായ രാഷ്ട്രീയം വേണം. പാലക്കാട് ഒരു പരീക്ഷണശാലിയാണ്. അഴിമതിയും ഗുണ്ടായുസവും നടത്തുന്ന കോൺഗ്രസ് ഗ്രൂപ്പിസത്തിനെതിരെ ധർമ്മത്തിന് വേണ്ടി പോരാടുന്ന ഒരു പെൺകരുത്തിന്റെ പരീക്ഷണശാല. ഇവിടെ ശോഭ വിജയിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളുടെ വിജയമായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഓരോ പദ്ധതിയും ഓരോ ഗുണഭോക്താവിലേക്കും നേരിട്ടെത്തുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇടനിലക്കാരില്ലാത്ത, അഴിമതിയില്ലാത്ത ഭാരതം. അതുകൊണ്ട് പ്രിയപ്പെട്ട പാലക്കാട്ടെ വോട്ടർമാരോട് ഒന്നേ പറയാനുള്ളൂ, ഈ കാണുന്ന തിരക്കഥകളെല്ലാം എഴുതിയത് പരാജയം മുൻകൂട്ടി കണ്ടവരാണ്. ശോഭാ സുരേന്ദ്രന്റെ കാറിന് പിന്നാലെ ഗുണ്ടകളെ വിട്ടും വയോധികരെ ഭീഷണിപ്പെടുത്തിയും നിങ്ങൾക്ക് BJPയുടെ മുന്നേറ്റം തടയാൻ സാധിക്കില്ല. ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു MLAയെ തിരഞ്ഞെടുക്കാനുള്ളതല്ല, ഇത് പാലക്കാടിന്റെ ഭാവി നിശ്ചയിക്കാനുള്ളതാണ്. പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ ഓരോ ചതിയും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ പോലും സമാധാനമായി വോട്ട് ചോദിക്കാൻ അനുവാദിക്കാത്ത ഇവർക്ക് എങ്ങനെ പാലക്കാടിനെ രക്ഷിക്കാൻ സാധിക്കും? ഷാഫിയുടെയും അദ്ദേഹത്തിന്റെ ശിങ്കിടികളുടെയും അഹങ്കാരവും തന്ത്രങ്ങളും പാലക്കാട്ടെ വോട്ടർമാർക്ക് മുന്നിൽ വിലപ്പോകില്ല. ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു വികാരമാണ്. അവർക്കെതിരെ ഉയർന്ന ഓരോ കല്ലേറും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഈ സത്യം പുറം ലോകത്തെ അറിയിക്കാൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കള്ളം പറയുന്നവരെയും ചതിക്കുന്നവരെയും പാലക്കാട് നിന്ന് കെട്ടുകെട്ടിക്കാനായി എന്തായാലും ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങും. ഏതായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ